ഇന്നത്തെ വീഡിയോയിൽ ഷിഫ്ലി ജോർജറ്റിൽ വന്നിട്ടുള്ള പാർട്ടി വെയർ സെറ്റാണ് കാണിക്കുന്നത്. 4 കളറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള സെറ്റാണ്. എല്ലാം തന്നെ ഒരു ചിക്കൻകാരി ത്രെഡ് വർക്ക് പോലെ വന്നിട്ടുള്ളതാണ്. സ്റ്റോൺ വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. പാർട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സെറ്റ്സാണ് എല്ലാം തന്നെ. നല്ല കളേഴ്സുമാണ്. എല്ലാത്തിൻ്റെയും കൂടെ ലൈനിങ്ങും വന്നിട്ടുണ്ട്. ക്രേപ്പിൽ വന്നിട്ടുള്ളതാണ്. ലൈനിങ്ങിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയൽ ഒന്നിച്ചാണ് ക്രേപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ആദ്യം കാണിക്കുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂവിൽ വന്നിട്ടുള്ള സെറ്റാണ്. എല്ലാം തന്നെ ഒരേ ഡിസൈനാണ്. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഒരേപോലത്തെ സ്റ്റോൺ വർക്കും ഉണ്ട്, മിറർ വർക്കും. ഫാൾസ് മിറർ അല്ല, ഒറിജിനൽ മിറേഴ്സാണ് വന്നിട്ടുള്ളത്. എല്ലാത്തിൻ്റെ കളേഴ്സ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഫ്രണ്ട് ഭാഗം ഇതേപോലെ വർക്ക് വന്നിട്ട് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇത് യോക്കിലേക്ക് ഇങ്ങനെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് കളറ്. ഒരു പാകിസ്ഥാനി പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. താഴേക്ക് കണ്ടോ, പാകിസ്ഥാനിയുടെ അതേപോലത്തെ ബോർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്ക് പ്ലെയിൻ ആണ്. ബാക്കിലേക്ക് സ്ലീവിനുള്ള പീസ് സെപ്പറേറ്റ് ഉണ്ട്. അതാണ് ലൈനിങ്ങിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയൽ. ക്രേപ്പാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ദുപ്പട്ട. ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതേപോലത്തെ ബോർഡർ ദുപ്പട്ടയിൽ വന്നിട്ടുണ്ട്. ചെറിയൊരു സീക്വൻസ് വർക്ക് ഉണ്ട് ദുപ്പട്ടയിൽ. ആ സെയിം കളർ സീക്വൻസാണ്. അപ്പോൾ അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ഈ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഇത് അതിൻ്റെ തന്നെ ഒരു പീച്ച് കളറ്. ഫ്രണ്ട് പോർഷൻ യോക്കൊക്കെ എല്ലാത്തിൻ്റെയും ഒരേപോലെ തന്നെയാണ്. താഴേക്ക് വീതിയുള്ളൊരു ബോർഡർ വന്നിട്ടുണ്ട്. അതിലൊക്കെ ഈ സ്റ്റോൺ വർക്കും മിറർ വർക്കും വന്നിട്ടുണ്ട്. ബാക്ക് പ്ലെയിൻ, അത് സ്ലീവിൻ്റെ പോർഷനാണ് സൈഡിൽ വന്നിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ലൈനിങ്ങിൻ്റെയും പീസ്. ഇത് ഇതിൻ്റെ ദുപ്പട്ട. ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. സാധാരണയായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യൽ. DTDC സൗകര്യം അവൈലബിൾ ആണ്. പോസ്റ്റ് വഴി ചെയ്യുമ്പോൾ നമുക്ക് 3 to 4 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ വീട്ടിൽ കിട്ടും. കേരളത്തിനുള്ളിലാണെങ്കിൽ. കേരളത്തിന് പുറത്താണെങ്കിൽ ഒരാഴ്ച സമയമെടുക്കും. നിങ്ങൾ പോയി വാങ്ങിക്കൊന്നും വേണ്ട, വീട്ടിൽ കൊണ്ടു തന്നോളും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ ചാർജ് കൂടി റേറ്റിൻ്റെ കൂടെ പേ ചെയ്യേണ്ടി വരും. അതേപോലെ നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ പിൻ നമ്പറും മൊബൈൽ നമ്പറും എന്തായാലും വെക്കണം കേട്ടോ. പോസ്റ്റ്മാൻ ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്തിട്ടായിരിക്കും വീട്ടിലേക്ക് വരിക. അപ്പോൾ നിങ്ങളെ വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഐറ്റം റിട്ടേൺ ചെയ്യും. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. സ്ക്രീനിൽ താഴെ കൊടുത്തിട്ടുള്ളതാണ് വാട്സപ്പ് നമ്പർ. നിങ്ങൾക്ക് വേണ്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന നമ്പറിലേക്കാണ് മെസ്സേജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്തിട്ട് റെസിപ്റ്റ് അയച്ചാലേ ഐറ്റം ഡിസ്പാച്ച് ചെയ്യുള്ളൂ. ഇപ്പോഴും ഒരുപാട് പേര് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യലുണ്ട്. നമുക്കത് അവൈലബിൾ അല്ല. ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ഇട്ടിട്ട് റെസിപ്റ്റ് അയക്കണം. എന്നിട്ട് അഡ്രസ്സ് അയച്ചാൽ ഒന്നുകിൽ ഞാൻ അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യും. 3 മണി വരെയാണ് പോസ്റ്റ് ഓഫീസ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റന്നാളായിരിക്കും ചെയ്യുക. എന്തായാലും നിങ്ങൾക്കൊരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ വീട്ടിൽ കിട്ടും. ഐറ്റം ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഒന്ന് മെസ്സേജ് ചെയ്യും എല്ലാവർക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക. താങ്ക് യു.